കരിയർ പാത്ത് വിത്ത് അപരയിലേക്ക് ഏവർക്കും സ്വാഗതം. പുതിയ ജോലി ഒഴിവുകളെക്കുറിച്ച് അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. മറ്റൊരു പോസ്റ്റുമായിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. മദ്രാസ് ഹൈക്കോർട്ടിലേക്ക് ഒരു 75 വേക്കൻസീസ് വിളിച്ചിട്ടുണ്ട്. സാലറി വരുന്നത് 30,000 പെർ മന്ത് ആയിട്ടാണ്. ടെക്നിക്കൽ പോസ്റ്റാണ്. VC ഹോസ്റ്റ് ടെക്നിക്കൽ പോസ്റ്റ്. കോൺട്രാക്റ്റ് ബേസിസിലാണ്, പെർമനൻറ്റ് പോസ്റ്റ് അല്ല. സോ കോൺട്രാക്റ്റ് ബേസിസിലായിരിക്കും നിങ്ങൾ മദ്രാസ് ഹൈക്കോർട്ടിൽ ജോലി ചെയ്യാൻ പോകുന്നത്. എന്തൊക്കെയാണ് ഇതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് ഉള്ളത്, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങൾ നോക്കാം. ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് എന്ന് പറയുന്നത് പ്യുവർലി മെറിറ്റ് ബേസിസിലായിരിക്കും. നിങ്ങൾക്കൊരു എക്സാം ഉണ്ടാവും എഴുതാൻ ആൻഡ് ഇൻ്റർവ്യൂ. ഓക്കെ, സോ അതിൻ്റെ ബേസിസിൽ എത്രത്തോളം മാർക്ക് കിട്ടുന്നു അതിനനുസരിച്ച് മെറിറ്റിലായിരിക്കും പോസ്റ്റിലേക്ക് സെലക്ട് ചെയ്യപ്പെടുന്നുണ്ടാവുക. ദെൻ ലീവിൻ്റെ കാര്യങ്ങളൊക്കെ നോട്ടിഫിക്കേഷനിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് 12 കാഷ്വൽ ലീവ്സാണ് അവൈലബിൾ ആയിട്ടുണ്ടാവുക. പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞിരിക്കുന്നത് ചിലപ്പോൾ ഓഫീസ് ടൈമിന് ശേഷവും വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. അല്ലാതെ കോർട്ടിന് ലീവുള്ള ദിവസങ്ങളിൽ ലീവ് ആപ്ലിക്കബിൾ ആണെന്ന് കാണിക്കുന്നുണ്ട്. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ അവൈലബിൾ ആണ്. ഒന്ന് നല്ലപോലെ എടുത്ത് വായിച്ചു നോക്കണം. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലോ കമൻറ്റ് ബോക്സിലോ ആയിട്ട് പോസ്റ്റ് ചെയ്യാം കേട്ടോ. പിന്നെ ഇതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനും കാര്യങ്ങളും എല്ലാം പറയുന്നുണ്ട്. 75 വേക്കൻസീസ്, 30,000 ആണ് സാലറി വരുന്നത്. ഇൻക്രിമെൻറ്റും കാര്യങ്ങളൊന്നും സാലറിയിൽ ഉണ്ടാവില്ല, കാരണം ടെമ്പററി പോസ്റ്റാണെന്ന് പറഞ്ഞിരുന്നല്ലോ. ഏജ് ലിമിറ്റ് വരുന്നത് 35 ഇയേഴ്സ് ആണ്. പിന്നീട് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പറയുകയാണെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് ടെക്നിക്കലായിട്ടുള്ള മേഖലയിൽ പഠിച്ച ആളുകൾക്ക്, ഉദ്യോഗാർത്ഥികൾക്കാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അവൈലബിൾ ആയിട്ടുണ്ടാവുക. BSc കമ്പ്യൂട്ടർ സയൻസ്, BSc IT, BCA, BE കമ്പ്യൂട്ടർ സയൻസ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് AI ആൻഡ് മെഷീൻ ലേണിംഗ്, BTech, MCA, MSc കമ്പ്യൂട്ടർ സയൻസ്, ME കമ്പ്യൂട്ടർ സയൻസ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് AI ആൻഡ് മെഷീൻ ലേണിംഗ്, PG ആവാം, MTech IT, MS IT. ഓക്കെ, ഇത്രയാണ് ഇതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് വരുന്നത്. നിങ്ങൾ ക്വാളിഫൈഡ് ആണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത് 600 രൂപയാണ്. എല്ലാ കാൻഡിഡേറ്റിനും ആപ്ലിക്കേഷൻ ഫീ വരുന്നത് 600 രൂപയാണ്. റിട്ടൺ എക്സാമിൻ്റെ സിലബസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ജനറൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വളരെ കുറവാണ്. ജനറൽ നോളജ് 10 ഉള്ളൂ. ബാക്കി മെജോറിറ്റി വരുന്നത് കമ്പ്യൂട്ടർ നോളജാണ്. കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിലും കമ്പ്യൂട്ടർ സയൻസിലും എല്ലാം ഗ്രാജുവേറ്റ് ഉള്ള ഒരു ഉദ്യോഗാർത്ഥിക്ക് സ്വാഭാവികമായും അറിഞ്ഞിരിക്കേണ്ട കുറേ കാര്യങ്ങളും ഉണ്ടാവുമല്ലോ. സോ ഈ ഒരു സിലബസ് വെച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എക്സാമിന് പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. എക്സാമിനേഷൻ സെൻറ്ററും കാര്യങ്ങളും എല്ലാം പിന്നീടാണ് അറിയിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് അവസാനം പിന്നെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനും ഇൻ്റർവ്യൂവും കൂടി കഴിഞ്ഞാൽ 30 മാർക്സാണ് അതിന് വരുന്നത്. മെറിറ്റ് ബേസിസിലായിരിക്കും നിങ്ങളെ ചൂസ് ചെയ്യുന്നുണ്ടാവുക. എക്സാമിനേഷൻ സെൻറ്റേഴ്സും കാര്യങ്ങളും എല്ലാം പിന്നീട് അറിയിക്കുകയാണ് ചെയ്യുക. നോട്ടിഫിക്കേഷനിൽ തന്നെ അപ്ലൈ ചെയ്യേണ്ട ലിങ്കും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, അപ്ലൈ ചെയ്യുന്ന സമയങ്ങളിൽ നിങ്ങൾ ഡെസ്ക് ടോപ്പ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ലാപ്ടോപ്പ് മാത്രം യൂസ് ചെയ്തിട്ട് ചെയ്യാൻ നോക്കുക. കാരണം ഇതിൻ്റെ ആപ്ലിക്കേഷൻ പോർട്ടൽ എന്ന് പറയുന്നത് ഡെസ്ക്ടോപ്പിനെ സപ്പോർട്ട് ചെയ്യുന്ന ടൈപ്പ് ഓഫ് വെബ്സൈറ്റ് ആണ് എന്നുള്ളത് ഇതിൽ പ്രത്യേകം കൊടുത്തിട്ടുണ്ട്. സോ മൊബൈൽ ഫോണിൽ ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. പിന്നെ ഇവിടെ നിങ്ങൾക്ക് എന്തൊക്കെയായിരിക്കും പഠിക്കേണ്ടി വരിക, എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു കോൺട്രാക്റ്റ് എഗ്രിമെൻറ്റ് തന്നിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾക്ക് പിന്നെ കാണാൻ പറ്റുക എന്തൊക്കെയാണ് ടേംസ് ആൻഡ് കണ്ടീഷൻസ്, എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്നുള്ള കാര്യങ്ങളും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇതുകൂടാതെ മറ്റൊരു കാര്യം പറയാനുള്ളത് എന്തൊക്കെയായിരിക്കും നിങ്ങൾക്ക് ചെയ്യേണ്ടി വരുന്ന വർക്ക് എന്ന കാര്യമാണ്. അസിസ്റ്റ് കോർട്ട് ഹിയറിംഗ്സ് ത്രൂ വീഡിയോ കോൺഫറൻസിങ് ഓർ ഹൈബ്രിഡ് ഹിയറിംഗ്, rectify network system issues in the court hall and any other work assigned by the registrar, Madras High Court. So കോർട്ടിലെ കാര്യങ്ങളിൽ, ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളിൽ അസിസ്റ്റ് ചെയ്യുക എന്നുള്ളതായിരിക്കും നിങ്ങളുടെ ധർമ്മം. സോ താല്പര്യപ്പെടുള്ള വിദ്യാർത്ഥികൾ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാവുന്നതാണ്, 600 രൂപ കൊടുത്ത് രജിസ്റ്റർ ചെയ്ത് എക്സാം അറ്റൻഡ് ചെയ്യാവുന്നതാണ്. ടെമ്പററി ബേസിസിലാണ് ജോലി എന്നുള്ള കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങളതിനോട് ഓക്കെ ആണെങ്കിൽ ഒബ്വിയസ്ലി ഗോ ഫോർ ഇറ്റ്. അതിനുശേഷം ഇറ്റ് വിൽ ബെനിഫിറ്റ് ഇൻ വൺ വേ ഓർ അതർ വേ. നിങ്ങളുടെ ലൈഫിൽ എപ്പോഴെങ്കിലും ഈ ഒരു എക്സ്പീരിയൻസ്, ഇഫ് യു ഗെറ്റ് സെലക്റ്റഡ്, അതെന്തായിരിക്കും, യൂസ്ഫുൾ ആയിരിക്കും. സോ ഒരു ജോലിയും ഒന്നും എന്തല്ല, ടെമ്പററി ആയാലും പെർമനൻ്റ് ആയാലും നിസ്സാരമായി കാണേണ്ടതില്ല. സിൻസ് ഇറ്റ് ഈസ് ഗവൺമെൻറ് ജോബ്, ഇറ്റ് വിൽ ബി ബെനിഫിഷ്യൽ. ഓക്കെ, സോ താല്പര്യമുള്ളവർ അപ്ലൈ ചെയ്ത് എത്രയും വേഗം കാര്യങ്ങൾ മുൻപോട്ട് നീക്കാൻ നോക്കുക. ഓക്കെ, താങ്ക് യു.